ഞാൻ പറഞ്ഞു താങ്കൾ ഒരു വലിയ തട്ടിപ്പാണ് നടത്തുന്നത്. 10-15 കോടി രൂപ നിങ്ങൾ ഇപ്പം സമാഹരിച്ചിട്ടുണ്ട്. ഇത് മണി ചെയിൻ മോഡലുള്ള തട്ടിപ്പല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇതിനെക്കുറിച്ച് ഞാൻ മറുപടി പറയില്ല, എൻ്റെ അഡ്വക്കേറ്റ് മറുപടി പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ തട്ടിപ്പ് നടത്തി, അഡ്വക്കേറ്റ് അല്ലല്ലോ തട്ടിപ്പ് നടത്തുന്നത്, എനിക്ക് നിങ്ങളെ മറുപടിയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അപ്പം കട്ട് ചെയ്തു. ഞാൻ അതേപടി അത് പ്രസിദ്ധീകരിച്ചു. അധികം താമസിയാതെ ഹൈറിച്ച് കംപ്ലീറ്റ് റെയ്ഡ് ചെയ്ത് ഇപ്പം അദ്ദേഹം ജയിലിനകത്താണ്. അതേപോലെ തന്നെ ഒരു തട്ടിപ്പുമായിട്ട് വന്ന ഒരാളാണ് ഈ നിഷാദ് അബൂബക്കർ എന്നുള്ള വിശ്വാസത്തിലും സന്തോഷത്തിലും. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു വലിയ തട്ടിപ്പുകാരനെ കിട്ടുമ്പോഴാണ് നമുക്ക് വാർത്തയാവുന്നത്. പിണറായി വിജയനെ പോലുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയെ കൈ കിട്ടിയാൽ എല്ലാവരും പേടിക്കുക ചെയ്യുക, പക്ഷെ ഞങ്ങൾ സന്തോഷിക്കുക ചെയ്യും, കാരണം അത്രയും വാർത്താ പ്രാധാന്യം ഞങ്ങൾക്ക് കിട്ടുകയാണ്. അതേപോലെയാണ് ഞങ്ങൾ നിഷാദ് അബൂബക്കറിനെ തേടി എത്തിയപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പം ആ ധിക്കാരവും അഹങ്കാരവും ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും അദ്ദേഹം വളരെ എളിമയോടുകൂടി എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഏത് ചോദ്യം ചോദിച്ചോ ഞാൻ മറുപടി പറയാം എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചു, ചില സംശയങ്ങൾ ചോദിച്ചു. അങ്ങനെ എനിക്ക് പുൽപ്പള്ളിയിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം ചോദിച്ചതിനെല്ലാം മറുപടി പറയാൻ മാത്രമല്ല രേഖകൾ അയച്ചു തന്നു. ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യമാണ്, നിങ്ങൾ ഈ പറയുന്ന ചന്ദന കൃഷിയുമായി ബന്ധപ്പെട്ട ഭൂമിക്ക് പണം വാങ്ങുമ്പോൾ എന്ത് ഈടാണ് നിങ്ങൾ കൊടുക്കുന്നത്? അത് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞങ്ങൾ ആ സ്ഥലം ആ വാങ്ങുന്ന ആളുടെ പേരിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതുതന്നെയാണ് അതിൻ്റെ ഗ്യാരണ്ടി. പിന്നീട് ഈ ചന്ദന മരത്തെക്കുറിച്ച് പഠിക്കുകയും ചന്ദന കൃഷിയെക്കുറിച്ച് പഠിക്കുകയും അതേപോലെ ഇതുപോലുള്ള ഫാർമേഴ്സിനെ സാൻഡൽവുഡ് ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല, കർണാടകയിലും ആന്ധ്രാപ്രദേശിലും വ്യാപകമായ രൂപത്തിൽ ഇത്തരത്തിൽ ഫാർമേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ നിഷാദ് അബൂബക്കർ നമ്മൾ കാണുന്ന ഒരാളല്ല, ഒരു അപൂർവ ജന്മം തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുകയും ഞാൻ അദ്ദേഹത്തെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് സത്യസന്ധമായി ഞങ്ങൾ പുൽപ്പള്ളിയിൽ പോയി ഇത് തട്ടിപ്പല്ല, ഇത് സത്യസന്ധമായി വലിയൊരു പ്രോജക്റ്റാണ്, ഒരാളല്ല 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന വലിയൊരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഏതെങ്കിലും ഒരു തരത്തിൽ തട്ടിപ്പുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് ഇപ്പോഴും അറിയാം, തട്ടിപ്പുണ്ടെങ്കിൽ ഞാൻ തുറന്നു കാണിക്കും, ഏത് സന്ദർഭത്തിലാണെങ്കിലും തുറന്നു കാണിക്കും, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കൊരു പിടുത്തം ഇതുവരെ അദ്ദേഹം തന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഞാൻ പഠിക്കും തോറും ഈ പദ്ധതി ഓരോ ദിവസവും ഏറ്റവും മികച്ചതാണെന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരെ സൃഷ്ടിക്കുന്ന ഒരു പദ്ധതിയാണ്. കേരളത്തിൽ 3 മേഖലയാണ് പണമുണ്ടാക്കാൻ ഗവൺമെൻറ്റിന് സാധ്യതയുള്ള മേഖല. ഒന്ന്, നിങ്ങൾ വിചാരിക്കുമ്പോൾ ചന്ദന കൃഷിയേക്കാളും വലിയൊരു കൃഷിയുണ്ട് കേരളത്തിൽ. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ വിരോധാഭാസമായി തോന്നാം. അത് കഞ്ചാവ് കൃഷിയാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഹൈബ്രിഡുള്ള കഞ്ചാവ് എവിടെ അറിയോ? കേരളത്തിലാണ്. ഇടുക്കി ഗോൾഡ് എന്നാണ് പറയുക. പക്ഷെ അതിന് കേരളത്തിൽ വിൽക്കാനുള്ള അല്ലെങ്കിൽ നട്ടു വളർത്താനുള്ള അംഗീകാരം ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. ഇത് പോയിട്ട് നമ്മൾ മധ്യപ്രദേശിലോ ഉത്തരാഖണ്ഡിലോ പോയിട്ടാണെങ്കിൽ അവിടെ വളർത്താൻ പറ്റും. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം വലിയ ദോഷമുള്ള കാര്യമൊന്നുമല്ല. അത് ക്യാൻസർ അടക്കം മാറ്റാൻ പറ്റുന്ന അപൂർവമായ സിദ്ധിയുള്ള ഒരു ചെടിയാണ്. അത് 7 സ്റ്റേറ്റുകളിൽ അംഗീകാരമുണ്ട്. അമേരിക്കയിൽ അംഗീകാരമുണ്ട്, ഇവിടെ അംഗീകാരമില്ല. അത് കാരണം ഇത് ഒരു മയക്കുമരുന്ന് വിഭാഗത്തിൽ പെട്ടുകൊണ്ടാണ് ഉള്ളത്. അതിവിടെ കൊണ്ടുവന്നത് നമ്മുടെ ബ്രിട്ടീഷുകാരാണ്. ഇവിടുത്തെ കഞ്ചാവിൻ്റെ ഗുണം മനസ്സിലാക്കി അതിവിടെ നിരോധിച്ചു. അവരിവിടുന്ന് കടത്തിക്കൊണ്ടുപോയി വിദേശത്തേക്ക് കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. അപ്പം കാലക്രമത്തിൽ അതിനും അംഗീകാരം കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ അത് ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സംഭവമാണ്, പക്ഷെ അപൂർവ സിദ്ധിയുള്ള സാധനമാണ്. എന്നാൽ അതേപോലെ രണ്ടാമത്തെ കാര്യമാണ് ചന്ദനകൃഷി. നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാവുന്നതും അതേപോലെ നമുക്ക് സൗരഭ്യം പരത്തുന്നതുമായ ഒരു സംഭവമാണ് ചന്ദനകൃഷി. ആ ചന്ദനകൃഷിയെക്കുറിച്ച് ഇത്രയധികം ഡെപ്തായി പഠിച്ചുള്ള ഒരാൾ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അത് നിഷാദ് അബൂബക്കറാണ്. അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. കാരണം അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതി ശാസ്ത്രീയമാണ്, നിയമപരമാണ്, ആർക്കും അതിനെ തടയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഈ അടുത്ത കാലത്ത്
മാധ്യമം പത്രത്തിലൊരു വാർത്ത വലിയ ഗമയിൽ വന്നു. ഞാൻ അതിൻ്റെ റിപ്പോർട്ടറോട് ചോദിച്ചു, നിങ്ങളിതെല്ലാം പഠിച്ചിട്ടാണോ ചെയ്തത്? നിങ്ങളെപ്പോലെ ഞാനും ഇത് തട്ടിപ്പാണെന്ന് വിചാരിച്ചിട്ട് മുന്നിൽ ഇറങ്ങിയിരുന്നു. പക്ഷേ എനിക്ക് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ മനസ്സിലായി ഇത് തട്ടിപ്പല്ല, സത്യമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച കാര്യം സത്യമാണെന്ന് അവരും അംഗീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കാമെന്ന് ഇപ്പം ആദ്യം പറഞ്ഞിരിക്കുകയാണ്. അത് അദ്ദേഹം സ്വീകരിക്കണം. കാരണം അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ട് മാധ്യമം ചെയ്ത റിപ്പോർട്ട് തന്നെയാണ്. അത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരുന്നു. ആ തെറ്റിദ്ധാരണയെ മറികടന്നുകൊണ്ട് ഞങ്ങൾ ചില വീഡിയോകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് എല്ലാവരും സ്വീകരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരുമാനം ഉണ്ടാക്കുന്ന മാർഗം കരിമണലാണ്. കേരളത്തിൻ്റെ മൊത്തം കടങ്ങൾ എഴുത്തള്ളാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മാർഗമാണ് കരിമണൽ. അത് പിന്നെ ചില തട്ടിപ്പുകളുമായിട്ട് ചില ആളുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും അധികം പല മൂലകങ്ങളുള്ള യുറേനിയം അടക്കമുള്ള ഒരു സംഭവമാണ് കരിമണൽ. അങ്ങനെ കേരളം എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണ സൗഭാഗ്യമുള്ള ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്. അപ്പം ഇതിൽ പങ്കുചേർന്നുള്ള എല്ലാവർക്കും പുതിയ പദ്ധതി അദ്ദേഹം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ അതിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. കാരണം ഇതിലേക്ക് വരാൻ പോകുന്നത് വിദേശികളാണ് ഇവിടേക്ക് വരാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കോട്ടേജിൻ്റെ മനോഹരിത മാത്രമല്ല, ആ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ടും പിന്നെ ചന്ദനമരത്തിൻ്റെ ചുവട്ടിൽ താമസിച്ചാൽ നമുക്ക് ദീർഘായുസ് കിട്ടുമെന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുള്ള ചില പഠനങ്ങളിൽ വായിച്ചിട്ടുള്ളത്. ക്യാൻസർ അടക്കം മാറാൻ കഴിവുള്ള അസാധാരണമായ ഒരു ചെടിയാണ്, മരമാണ് ചന്ദനമരം. നിങ്ങൾക്ക് ഇത് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി പഠിച്ചുകൊണ്ട്